മീനാക്ഷി അങ്ങനെയാണെങ്കിൽ ഒരു ദളിതിനെ കല്യാണം കഴിക്കുമോ എന്നുള്ളൊരു ചോദ്യങ്ങളും അതിനകത്ത് കണ്ടിരുന്നു. മീനാക്ഷി അതിനോട് എങ്ങനെയാ കാണുന്നത്? മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണ്. ദളിതിനെ കല്യാണം കഴിക്കുമോ എന്നുള്ളൊരു ചോദ്യങ്ങളും അതിനകത്ത് കണ്ടിരുന്നു. മീനാക്ഷി അതിനോട് എങ്ങനെയാ കാണുന്നത്? എനിക്ക് വൃത്തിയായിട്ടൊന്ന് ചിരിക്കാം എന്നല്ലാതെ അതിന് ഞാൻ എന്തുത്തരമാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊരു കല്യാണം കഴിക്കുമ്പോഴോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോഴോ അയാൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിജയം. അത് നല്ല മറുപടിയാണ്. ഞാൻ അതിങ്ങനെ ചോദിക്കണോ വേണ്ടത് ഞാൻ 2-3 വട്ടം ആലോചിക്കും. അതൊരു ഭയങ്കര വെടിയാണ്. എന്തായിരിക്കാം നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യുമോ? അതായത് വേറെ അല്ല, ഇവർ കാരണം കമന്റ്സുകൾ ഞാൻ കണ്ടിരുന്നു. അതിനെ തുടർന്നാണ് ഞാൻ ഇത് ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ഒരു സുഖം നമുക്ക് ആരെയും കളിപ്പിക്കുമെന്നില്ല. ഞാൻ മതനിരപേക്ഷതയെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് വന്ന ഫെമിനിസത്തെ കുറിച്ചും പറഞ്ഞു. എന്താണ് ഫെമിനിസത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എന്താണ് ഫെമിനിസം? എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്ത്രീയും പുരുഷനും രണ്ട് ശാരീരിക അവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്. അതേ ശാരീരിക വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് തുല്യ അവസരം എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്, അല്ലേ? നമ്മളെ മോള് വിചാരിച്ച പോലെയൊന്നല്ലോ. അതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടത്. അപ്പം എന്റെ ഫെമിനിസം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരുമാവാം, നമ്മുടെ അതേ അവസരങ്ങളുള്ള ഒരാളെ അവരുടെ അവസരങ്ങളിൽ നിന്നും വിലക്കിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള മൂല്യങ്ങളോ അവസരങ്ങളോ നേടാൻ ശ്രമിക്കുന്നത് തെറ്റാണ് എന്ന് തന്നെ ഞാൻ പറയും. അതല്ല ഉദ്ദേശം. ഫെമിനിസം ഒരിക്കലും പുരുഷന് മുന്നിൽ നിൽക്കണം എന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ പുരുഷനെ പോലെ ആവണം എന്ന് പറയുന്നതല്ല ഫെമിനിസം. ഇക്വാലിറ്റി വേണ്ട പലരും പറയുമ്പോൾ വരുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം മേ ബി നമുക്ക് പുരുഷനെ പോലെ തുല്യത വേണമെന്നുള്ളത്. നമ്മൾ പുരുഷനെ ആ പറച്ചിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. പുരുഷനെ പോലെ ആവുക എന്നുള്ളതല്ല തുല്യത, മറിച്ച് ഏത് ജെൻഡർ ആയാലും ഒരേ അവസരങ്ങൾ, തുല്യ അവസരങ്ങൾ എന്നുള്ളതാണ് അവിടെ തുല്യത എന്നതുകൊണ്ട്. ഇതുപോലത്തെ കിടിലം വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.